തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ഹരികുമാറിന് ഉപദേശം നൽകിയെന്ന് കരുതുന്ന ജ്യോത്സ്യൻ മുട്ടസ്വാമി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. കമലേഷ് തെക്കേക്കാട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കമലേഷ്, നേരത്തെ ഹരികുമാറിന്റെ മൊഴിയിലെ ഏറ്റവും നിർണായകമായ കാര്യമായിരുന്നു ഒരു ജ്യോത്സ്യനുമായുള്ള അടുത്ത ബന്ധം എന്ന് പറയുന്നത്. ശ്രീധുവിന്റെ മൊഴിയിൽ നിന്നും പ്രാഥമികമായി ഇത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസിനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. കസ്റ്റഡിയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഈ ജ്യോത്സ്യനെത്തിയതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ? ഈ ജ്യോത്സ്യൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മൊഴികളോ അതിന്റെ വിശദാംശങ്ങളോ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ പ്രതിയായിട്ടുള്ള ഹരികുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജ്യോത്സ്യന്റെ സഹായി അല്ലെങ്കിൽ അവരുടെ പങ്കാളി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ കൂടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പോലീസുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ വിളിച്ചു വരുത്തിയതല്ല, ഇയാളെ അന്വേഷിച്ച് വന്നതാണ് എന്ന ഒരു മറുപടിയാണ് പോലീസുകാർ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ജ്യോത്സ്യനെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിൽ ജ്യോത്സ്യന് പങ്കുണ്ടോ, അയാളുടെ ഏതെങ്കിലും വാക്കുകൾ ഈ കൊലപാതകത്തിന് ഒരു പ്രേരണയായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിന്റെ പിതാവും പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് കണ്ടെത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പോലീസിനോട് ഈ കുട്ടിയുടെ പിതാവും മുത്തച്ഛനും പറഞ്ഞിട്ടുള്ളത്. താൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രീധു അനുസരിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകിയിട്ടുള്ള മൊഴി. ഈ ഭർത്താവും ഈ മകളും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്ന ഒരു കാര്യം ഭർത്തൃപിതാവും, അതായത് ശ്രീജിത്തിന്റെ പിതാവും ഈ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശ്രീധുവിന് ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന സംശയം ഭർത്താവും, അതായത് ഈ ശ്രീജിത്തിന്റെ പിതാവും പോലീസിനോട് പങ്കുവെക്കുന്നു. അതോടൊപ്പം ഈ കുട്ടിയുടെ മുത്തച്ഛിയെ രാവിലെ തന്നെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ നിലയിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഈ മകൻ പറയുന്ന കാര്യങ്ങളും ശ്രീധു പറയുന്ന കാര്യങ്ങളും എല്ലാം തമ്മിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഇങ്ങോട്ട് തന്നെ വലിയ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വൈരുദ്ധ്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഈ കുടുംബാംഗങ്ങളെ ആകെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ മൂത്ത സഹോദരിയെയും രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ ശ്രീധു പറഞ്ഞതനുസരിച്ച് ഈ പ്രതി ഹരികുമാർ ഈ കുട്ടികളെ രണ്ടുപേരെയും നേരത്തെ തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന മൊഴി ശ്രീധുവിന്റെ വാക്കുകളിലുണ്ട്. അത്തരത്തിലുള്ള മൊഴി പോലീസിന്റെ മുന്നിലുണ്ട്. അക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയിൽ നിന്നടക്കം അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ചില ബന്ധുക്കളെ കൂടി രാവിലെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവരിൽ നിന്ന് ഇപ്പോൾ പോലീസ് എന്താണ് തേടുന്നത്? അത് തന്നെയാണ് ഞാൻ ഇപ്പൊ സമയം മുമ്പ് പറഞ്ഞത്. അത് അച്ഛൻ നൽകിയ മൊഴി, അതായത് ഈ ശ്രീജിത്താണ് കുട്ടിയുടെ പിതാവ്. ഈ പിതാവ് നൽകിയ മൊഴിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഈ ശ്രീധു ഇയാൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അനുസരിക്കാറില്ല. ഇവർ സ്വരച്ചേർച്ചയിലായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കഴിഞ്ഞിരുന്നത്. ശ്രീധുവിന്റെ പങ്ക് അന്വേഷിക്കണം, തന്റെ മകളെ കൊലപ്പെടുത്തിയതിൽ ശ്രീധുവിന് പങ്കുണ്ടോ എന്ന സംശയമാണ് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള ശ്രീജിത്ത് പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. അവരുടെ ചോദ്യം ചെയ്യലൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പൂജാരിയെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ പൂജാരിക്ക് ശ്രീധുവുമായി ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഗുരുവാണ് ഈ പൂജാരിയല്ല, അയാളൊരു ജ്യോത്സ്യനാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതേസമയം ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ ചില അന്വേഷണത്തിൽ അവിടെ ഈ ഹോമകുണ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് പൂജ ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാനും അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇയാൾ ജ്യോത്സ്യനാണ് എന്നാണ് പറയുന്നത്. സ്വയം ഇയാൾ ജ്യോതിഷരത്നമാണ് എന്നൊക്കെ പറയുന്നു, അവകാശപ്പെടുന്നു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏതോ തരത്തിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ ശ്രീധുവിൽ നിന്ന് ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടി, അതൊക്കെ മറ്റ് വിഷയങ്ങളാണ്. ഏറ്റവും പോലീസ് ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടോ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടോ ഈ ജ്യോത്സ്യന്റെ മൊഴി ഈ മരണത്തിന്, ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. റൂറൽ എസ്.പി സുദർശൻ അടക്കമുള്ള ആളുകൾ ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിയെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി
പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് പോലീസിന് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ഇപ്പോൾ ജോൾസ്യന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്.